ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. 2013 മാർച്ച് 13 ഇദ്ദേഹം കത്തോലിക്ക സഭയുടെ 266ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16 പാപ്പ 2013 ഫെബ്രുവരി 28 രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ തിരഞ്ഞെടുപ്പ് നടന്നത്. അർജന്റീനക്കാരനായി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു. ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തങ്ങളിലെ ചെറിയ അപ്പാർട്ട്മെന്റുകളിലായിരുന്നു ജീവിതം. പൊതുഗതാഗത സംവിധാനങ്ങളിൽ മാത്രം യാത്ര ചെയ്യുക, ഇക്കണോമി ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ കുടുംബത്തിൽ പിറന്ന ബെർഗോളിയോ 1282 വർഷത്തിനു ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് പാപ്പ പദവിയിലെത്തിയ ആളാണ്. ലത്തീൻ അമേരിക്കയിൽ നിന്നും ആദ്യമായി പാപ്പ ആകുന്നത് ഇദ്ദേഹമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ, ക്രിസ്ത്യാനി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനാണ്. സഭയിൽ പുതിയ മാറ്റങ്ങൾ സ്ഥാനാരോഹണത്തിന് ശേഷം ഉടൻ തന്നെ ഇദ്ദേഹം വരുത്തുകയുണ്ടായി. അതിനാൽ മാറ്റങ്ങളുടെ പാപ്പ എന്ന് മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. 2025 ഏപ്രിൽ 21 സെൻട്രൽ യൂറോപ്യൻ സമയം രാവിലെ 7:35 വത്തിക്കാനിലെ വസതിയിൽ വച്ച് കാലം ചെയ്തു. പാപ്പയുടെ ആദ്യകാല ജീവിതം. ബ്യൂണസ് അയേഴ്സിൽ ഇറ്റലിയിൽ നിന്നും കുടിയേറിയ ഒരു റെയിൽവേ ജീവനക്കാരൻ മരിയോ ജോസ് ബെഗോളിയോയുടെയും റെജീന മരിയ സിവോരിയോയുടെയും 5 മക്കളിൽ മൂത്തവനായ ബ്യൂണസ് ഐറസിന്റെ അയൽപ്പക്കമായ ഫ്ലോറസിൽ ജോർജ് മരിയോ ബെർഗോഗ്ലിയോ എന്ന പേരിലാണ് 1936 ഡിസംബർ 17 ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ചത്. വടക്കൻ ഇറ്റാലിയൻ വംശജരുടെ ഒരു കുടുംബത്തിൽ ബ്യൂണസ് ഐറസിൽ ജനിച്ച ഒരു വീട്ടമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ് റെജീന സിവോറി. ബെനിറ്റോ മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 1929 മരിയോ ബെർഗോഗ്ലിയോയുടെ കുടുംബം ഇറ്റലി വിട്ടു. പോപ്പിന്റെ ജീവിച്ചിരിക്കുന്ന ഏക സഹോദരിയായ മരിയ എലീന ബെർഗോഗ്ലിയോയുടെ അഭിപ്രായത്തിൽ കുടുംബം സാമ്പത്തിക കാരണങ്ങളാലാണ് കുടിയേറിയത്. അദ്ദേഹത്തിന്റെ മരുമകൾ ക്രിസ്റ്റീന ബെർഗോഗ്ലിയോ സ്പെയിനിലെ മാഡ്രിഡിൽ താമസിക്കുന്ന ഒരു ചിത്രകാരിയാണ്. മുൻകാലത്ത് അദ്ദേഹം ഒരു ബൗൺസറും ജാനിറ്ററും ആയി ജോലി ചെയ്തിരുന്നു. 21 വയസ്സുള്ളപ്പോൾ ജീവന് ഭീഷണിയായ ന്യൂമോണിയയ്ക്കും അണുബാധയ്ക്കും ശേഷം അദ്ദേഹത്തിന് ഒരു ശ്വാസകോശം നഷ്ടമായി. സെമിനാരിയിൽ ചേരുന്നതിനു മുന്നേ ബ്യൂണസ് ഐറിസ് സർവകലാശാലയിൽ നിന്ന് രസതന്ത്രത്തിന് ബിരുദാനന്തര ബിരുദം നേടി. 1958 മാർച്ച് 11 വിയ ദേവത്തോയിലെ ഈശോ സഭ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. 1960 സാൻ മിഗേലിയിലെ കോളസിയോ മാക്സിമോ സാൻ ജോസ് നിന്ന് തത്വശാസ്ത്രത്തിൽ ലൈസൻഷിയേറ്റ് നേടി. ദൈവശാസ്ത്ര മേഖലയിൽ യാഥാസ്ഥികനായി അറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഗർഭചിത്രം, സ്വവർഗാനുരാഗം, സ്ത്രീ പൗരോഹിത്യം, ദൈവിക ബ്രഹ്മചര്യം, കൃത്രിമ ജനന നിയന്ത്രണം മുതലായ വിഷയങ്ങളിൽ സഭയിലെ പരിഷ്കരണവാദികളുടെ മറുചേരിയിലാണ്. എങ്കിലും സാധാരണക്കാരോടും സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരോടുമുള്ള ഫ്രാൻസിസിന്റെ പ്രതിബദ്ധതയും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 2025 ഏപ്രിൽ 21 തിങ്കളാഴ്ച 88 വയസ്സുള്ളപ്പോൾ ഡോമസ് സ്വാറ്റിംഗ് മാർത്തയിലെ തന്റെ വസതിയിൽ വച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. വത്തിക്കാൻ TV ചാനലിലൂടെയും ഒരു വീഡിയോ പ്രസ്താവനയിലൂടെയുമാണ് കർദിനാൾ കെവിൻ ഫാരൽ അദ്ദേഹത്തിന്റെ മരണ വിവരം പ്രഖ്യാപിച്ചത്.